ചെന്നിത്തല കത്തിക്കയറുകയാണ്. നീണ്ടകാല രാഷ്ട്രീയ ജീവിതം മുഴുവൻ വളർന്നു വരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുന്നിൽ നിരത്തിക്കൊണ്ടാണ് ചെന്നിത്തല കത്തിക്കയറിയതും അതിനുശേഷം മാത്രമാണ് ആലപ്പുഴ വിട്ടതും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടന്ന നിലമ്പൂർ സെമി ഫൈനലിൽ ഉജ്ജ്വല വിജയം കാഴ്ചവെച്ചതിനു ശേഷമാണ് മുഴുവൻ ചെറുപ്പക്കാരെയും അണിനിരത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പ് ആലപ്പുഴയിൽ അരങ്ങേറിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച് പെരുപ്പിച്ച് കാണിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച ക്യാപ്റ്റൻ കലാപരിപാടിക്ക് വ്യക്തമായ മറുപടിയും ചെന്നിത്തല ഇതേ വേദിയിൽ വെച്ച് നൽകുകയാണ്. വി ഡി സതീശൻ പ്രവൃത്തിയിലും വാക്കിലുമൊക്കെ മിടുമിടുക്കനായ നേതാവ് എന്നാണ് ചെന്നിത്തല ഷാഫി പറമ്പിലിനെയും മാങ്കൂട്ടവും അടക്കമുള്ള മുഴുവൻ യുവനിരയെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത്. ഇവിടെ തന്നെ ഉമ്മൻചാണ്ടി കഥകളും കാർത്തികേയൻ ചരിതവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ചെന്നിത്തല വേദിയിലെ യൂത്ത് കോൺഗ്രസിന് ആവേശം പകർന്നത്. ഇവിടെ ഷാഫി പറമ്പിലിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാനും ചെന്നിത്തല മറന്നിട്ടില്ല. ആരാണ് ഷാഫിയെ പാലക്കാട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത് എന്നും എന്നിട്ട് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശാലമായിട്ടാണ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. അതിനിടയിൽ കേരളം വിട്ട് MP ആയി പാർലമെന്റിലേക്ക് ഷാഫി പോയതിന് താൻ ആദ്യം എതിർത്തിരുന്നു എന്നും ചെന്നിത്തല ഇവിടെ കൂട്ടിച്ചേർക്കാൻ മറന്നിട്ടില്ല. ഒപ്പം തന്റെ റെക്കോർഡ് മറികടക്കാൻ ഇന്നും ആർക്കുമായിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 26-ാം വയസ്സിൽ MLA, 28-ാം വയസ്സിൽ മന്ത്രി. മാങ്കൂട്ടം ഇനി തകർക്കുമോ എന്ന് ചോദിച്ച് ഇരിച്ചപ്പോൾ ആ വയസ്സൊക്കെ പണ്ടേ കഴിഞ്ഞു എന്ന് മാങ്കൂട്ടം. ഇങ്ങനെ ആവേശം കൊള്ളിച്ച രംഗങ്ങൾ കാണാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീ ഷാഫി പറമ്പിൽ KPCC നേതാക്കന്മാരായി ഞങ്ങളെല്ലാം കണ്ടിട്ട് സീറ്റ് ചോദിച്ചു. ഷാഫി പറഞ്ഞ എല്ലാ സീറ്റും നമ്മൾ കൊടുത്തു, ജില്ലാ പ്രസിഡന്റുമാരടക്കം. ചിലരൊക്കെ ജയിച്ചു, ജയിച്ചില്ല. ഞാൻ രാഹുലിനോട് പറയുകയായിരുന്നു, ഞാൻ സന്തോഷവാനാണ്. VD സതീശനെയും KC വേണുഗോപാലും ജോസഫ് വാഴക്കനും അടക്കമുള്ള നേതാക്കന്മാരെ കാർത്തികേയനും ഞാനും കൂടി, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയുന്നില്ല, ഞാനും അന്തരിച്ച യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരനും ഏറ്റവും വലിയ വിപ്ലവകാരിയുമായ കാർത്തികേയന്റെയും എന്റെയും നേതൃത്വത്തിലാണ് ഇവരെല്ലാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. KC വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ആ അഭിമാന ബോധത്തോടെയാണ് കാണുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാക്കൂട്ടത്തിൽ വേണം. ഒരു ശബ്ദം ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചത്. അതുപോലെയായിരുന്നു ഷാഫി പറമ്പിലിനെ നിർത്തണോ വേണ്ടയോ എന്നുള്ള ചോദ്യം. സുന്ദരസ്വാമിയും ശങ്കരനാരായണനും ജയിക്കുന്നിടത്ത് ഷാഫി പറമ്പിൽ എങ്ങനെ ജയിക്കും? ഈ ചോദ്യമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞാനും ഉമ്മൻചാണ്ടിയും കൂടെ ഒരു ധീരമായ തീരുമാനമെടുത്തു, ഷാഫി തന്നെ മത്സരിക്കട്ടെന്ന്. ചരിത്രപരമായൊരു വിജയം, ചരിത്രപരമായൊരു തീരുമാനമായിരുന്നു ഷാഫി പറമ്പിലിനെ അവിടെ നിർത്തുക എന്നുള്ളത്. എത്ര വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്? 3 തവണ MLA ആയില്ലേ? ഇത്തവണ പാർലമെന്റിലേക്ക് നിൽക്കേണ്ടി വന്നപ്പോഴും എനിക്ക് എതിർപ്പുണ്ടായിരുന്നു ഷാഫിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന്. പക്ഷേ കൂട്ടായ തീരുമാനം അദ്ദേഹത്തെ പാർലമെന്റിൽ മത്സരിപ്പിക്കാനായിരുന്നു. വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ മുന്നേറ്റമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഞാൻ ഓർക്കുന്നത്, സുരേഷ് കുറുപ്പെന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിച്ച ഏക MP-ക്കെതിരായി എനിക്ക് കോട്ടയം അറിയാത്ത സ്ഥലം എന്നെ നിർബന്ധിച്ച് നിർത്തിയതാണ്. അവിടെ ഉണ്ടായ ജനവികാരം പോലെ തന്നെയാണ് വടകരയിലും ഉണ്ടായത്. KSU പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് 26-ാമത്തെ വയസ്സിൽ ഈ പാർട്ടി MLA സ്ഥാനം നൽകിയപ്പോൾ ഞാൻ മത്സരിച്ച സീറ്റ് കേരള ചരിത്രത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്ത സീറ്റിലാണ് എന്നെ നിർത്തിയത്. പോരാടാനാണ് എന്നെ, ജയിക്കാനല്ല എന്നെ നിർത്തിയത്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരുടെയും KSUക്കാരുടെയും സംഘടിതമായ മുന്നേറ്റം കൊണ്ട് അവിടെ ജയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 52 ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അവരെല്ലാം ജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടത് 50,000 വോട്ടുകൾക്കാണ്. 50,000 വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ തുടർ ഭരണം ഉണ്ടാകുമായിരുന്നില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിന് വെളിയിലിറങ്ങാൻ കഴിയാതെ വീടിനകത്തിരുന്നുകൊണ്ട് 5 പേരിൽ കൂടുതൽ സംഘടിക്കാൻ കഴിയാതെ വീടുകളിൽ നിന്ന്
സാഹചര്യത്തിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കണം, 30 നിയോജക മണ്ഡലങ്ങളിൽ 10,000-ൽ താഴെയാണ് 30 നിയോജക മണ്ഡലങ്ങൾ. അതിൽ തന്നെ 15 നിയോജക മണ്ഡലം 5,000-ൽ താഴെയാണ്. അരിതാ ബാബു അടക്കം 5,000 വോട്ടിന് താഴെയാണ്. ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും 15,000 വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 8 സീറ്റുകൾ ജയിക്കുമായിരുന്നു. നമുക്ക് ആ തുടർഭരണം ഉണ്ടാക്കിയ കെടുതികൾ ചെറുതല്ല. നമ്മൾ സീറ്റ് കൊടുത്ത 52 ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുത്തപ്പോൾ 14 ദിവസം മാത്രം കിട്ടിയപ്പോഴാണ് അവർക്ക് വേണ്ട രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയാതെ വന്നത്. 2 പേരാണ് അന്ന് ജയിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ചെറുപ്പക്കാരാണ്. നിങ്ങളുടെ മനസ്സുകളിൽ പ്രതിഷേധത്തിന്റെ അഗ്നിയുണ്ട്. നിങ്ങളുടെ വാക്കുകളിൽ കരുത്തിന്റെ അംശമുണ്ട്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴാണ് നാളത്തെ കോൺഗ്രസിന്റെ ഭാവി ശരിയാകുന്നത്. കാർത്തികേയനും ഞാനും പന്തള സുധാകരനും നിയമസഭയിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, ഇത് ചെറുപ്പക്കാരുടെ ഒരു പുതിയ നിരയാണ്. അതിനു മുമ്പ് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഷൺമുഖദാസും കൊട്ര ഗോപാലകൃഷ്ണനും നിയമസഭയിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് കിട്ടിയ സൗഭാഗ്യമായിരുന്നു. ഓരോ കാലഘട്ടങ്ങളിലും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതൃത്വവും ചെറുപ്പക്കാർക്ക് നൽകുന്ന പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഒരിക്കലും ആഗ്രഹിക്കാതെ 26-ാമത്തെ വയസ്സിൽ MLA-യും 28-ാമത്തെ വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, ഇന്ന് വരെ ആ റെക്കോർഡ് ആരും തോടി. ഇനി രാഹുൽ ആ റെക്കോർഡ് കളയുമെന്ന് എനിക്കറിയില്ല. 38 അപ്പൊ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു അംഗീകാരം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി എനിക്ക് ലഭിച്ചെങ്കിൽ അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ലഭിച്ച അംഗീകാരമാണ്. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് കാരണം, ഈ ചരിത്രം പറഞ്ഞത്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് ഒരു ഉജ്ജ്വലമായ ചരിത്രമുണ്ട്. 1969 ഈ പാർട്ടി 9 പേരുടെ MLA-മാരായി ചുരുങ്ങിയപ്പോൾ അന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, കേരളത്തിലെ കോൺഗ്രസ് മല്ലീശ്വരന്റെ ഒടിഞ്ഞ വില്ല് പോലെയായി. ആ മല്ലീശ്വരന്റെ ഒടിഞ്ഞ വില്ലിനെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും നമ്മുടെ നേതാക്കന്മാർ വളർത്തി വലുതാക്കി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസിനെ കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിലൂടെയാണ്. നിങ്ങൾക്കറിയാം, K കരുണാകരൻ നമ്മുടെ ആരാധ്യനായ നേതാവാണ്. ഞങ്ങളെയൊക്കെ ഒത്തിരി രാഷ്ട്രീയമായി സഹായിച്ചിട്ടുള്ള നേതാവാണ്. K കരുണാകരൻ DIC രൂപീകരിച്ചപ്പോഴാണ് ഞാൻ ആവശ്യപ്പെടാതെ സോണിയാഗാന്ധി എന്നെ കേരളത്തിലെ PCC പ്രസിഡന്റായി 43-ാമത്തെ വയസ്സിൽ നിയോഗിച്ചത്. അന്ന് പറഞ്ഞു, ഇത് കോൺഗ്രസ് ആണ്, ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് ആണ്, യഥാർത്ഥ കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഉമ്മൻചാണ്ടിയും ഞാനും PCC പ്രസിഡന്റ് CLP ലീഡറും എന്ന നിലയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയും പ്രവർത്തകരെയും ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി DIC-യിലുള്ളവർ പോലും കോൺഗ്രസിൽ ചേർന്ന് കോൺഗ്രസ് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് ഉയർച്ചകൾ കണ്ടിട്ടുണ്ട്, തളർച്ചകൾ കണ്ടിട്ടുണ്ട്. തളരുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ പുതിയ പ്രതീക്ഷകളുമായി, ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട്. ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ കേരളത്തിലെ കോൺഗ്രസ് ഉയർന്നു വന്നിട്ടുണ്ട്. വയലാർ രവിയുടെയും AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ധീരമായ നേതൃത്വത്തിന് ശേഷം കടന്നു വന്ന ഞങ്ങളാണ്, കാർത്തികേയനും ഞാനും അടക്കമുള്ള, ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള നേതാക്കന്മാരാണ്, ജോസഫ് വാഴക്കൻ നേതാക്കന്മാരാണ്. KSU-യിലൂടെ ആ കാലത്ത് വളർന്നു വന്ന KC വേണുഗോപാൽ, VD സതീശൻ, ആദ്യമായി VD സതീശന്റെ സ്ഥാനം കിട്ടുന്നത് NSU-യുടെ ദേശീയ സെക്രട്ടറിയാണ്. അന്ന് എൻ്റെ ട്രഷററായിരുന്ന മുകുൾ വാസ്തിക്കും എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന
എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന മനീഷ് തിവാരിയോടും പറഞ്ഞാണ് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാകുന്നത്. മിടുമിടുക്കനാണ് വി ഡി സതീശൻ, ഒരു സംശയവും ആർക്കും വേണ്ട. പ്രവർത്തനത്തിന്റെ കാര്യത്തിലും പ്രസംഗത്തിന്റെ കാര്യത്തിലും മിടുക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇവരെല്ലാം നമ്മുടെ പാർട്ടിയുടെ മുതൽക്കൂട്ടാണ്. ആരെയും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഇന്നൊരു പ്രതിസന്ധി ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ, കേരളത്തിലെ UDF തിരികെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം.